നിസ്കാരത്തിൻ്റെ ആറാമത്തെ ഫർദ് എഴുത്തിദാൽ. നേരത്തെ നാം റുക്കൂ ചെയ്യുന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു, സുന്നത്ത് പറഞ്ഞു, ഫർദുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി എഴുത്തിദാലിൽ ശ്രദ്ധിക്കേണ്ട വാജിബായ 4 കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എഴുത്തിദാൽ വിശാലമായി പോകും. ഒന്ന്, നാം റുക്കൂയിലേക്ക് പോയതിന് ശേഷം എവിടെ നിന്നാണോ റുക്കൂയിലേക്ക് പോയത് അതേ സ്ഥാനത്ത് തന്നെ തിരിച്ചു വരണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. അപ്പൊ നൃത്തത്തിൽ നിന്ന് പോയാൽ നൃത്തത്തിലേക്ക്, കറക്റ്റ് നൃത്തത്തിലേക്ക് തന്നെ. ഇരുത്തത്തിൽ നിന്നാണ് പോയതെങ്കിൽ ഇരുത്തത്തിൽ ഉള്ള റുക്കൂവിന്റെ സ്ഥാനം, ഇരുത്തത്തിന്റെ സ്ഥാനം ഇവിടെ ഇത് കറക്റ്റായി എത്തണം. അപ്പോ ഒരാളിങ്ങനെ പോയി കഴിഞ്ഞാൽ പകുതി ഇങ്ങനെ വന്ന് നിന്നിട്ട് പിന്നെ പോകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് എഴുത്തിദാൽ കിട്ടിയിട്ടില്ല. അപ്പൊ എഴുത്തിദാൽ കിട്ടണമെങ്കിൽ കൃത്യമായി അദ്ദേഹം എവിടെ നിന്നാണ് പോയത് ആ സ്റ്റഡിയിൽ എന്താണ്. ഇതാണ് രണ്ടാമത്തേത്. എഴുത്തിദാൽ ചെയ്യുന്ന അവസരത്തിൽ മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ റുക്കൂ ചെയ്യുന്ന അവസരത്തിൽ മറ്റൊന്നും ഉദ്ദേശിച്ച് റുക്കൂയിലേക്ക് പോകാൻ പാടില്ല. അഥവാ സജദയുടെ ആയത്തോതി സുജൂദ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ പോകുന്ന അവസരത്തിൽ പിന്നെ റുക്കൂ ആക്കി മാറ്റി. ആ സിമ്പിൾ പരിപാടി അത് പറ്റില്ല. ഇതുപോലെ തന്നെ ഒരാള് റുക്കൂയിലാണ്, ഇതൊക്കെ ഇപ്പൊ പറയാൻ ഒട്ടും ചെയ്യണം. അത് ചെയ്താൽ ചിലപ്പോ അല്ലെ നമ്മള് ഇടത്താക്കാണ് വരും. അതുകൊണ്ടാണ്. അപ്പോ റുക്കൂ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. റുക്കൂയിൽ ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് പുറത്ത് പിടിവെട്ടിയത്. അപ്പൊ അയാളെ പേടിച്ചു വരും. ആ പേടിയിൽ അദ്ദേഹം ഇങ്ങനെ വന്നു. ഇപ്പൊ ഏതായാലും എഴുത്തിദാൽ കിടക്കട്ടെ, ഒരു എഴുത്തിദാൽ പറ്റില്ല, എഴുത്തിദാൽ കിട്ടൂല. കാരണം എന്താ, ഞാൻ എഴുത്തിദാൽ ഉദ്ദേശിച്ചല്ല വന്നത്, പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എഴുത്തിദാലാവുക. മൂന്നാമത്തെ നിബന്ധന തുമുനീനത്ത് വേണം. അത് സ്പീഡൊക്കെ നിസ്കരിക്കുന്ന പലരുടെ തുമുനീനത്ത് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഓരോ റുക്കിനിലും അത് പറയുന്നത്. റുക്കോയിലാണ് നിൽക്കുന്നത്, എഴുത്തിദാലിലേക്ക് വരിക, സുജൂദിൽ പോകാൻ പറ്റില്ല, സ്കാനർ ശരിയാവില്ല, എഴുത്തിദാലായി പരിഗണിക്കൂല. അദ്ദേഹം വന്നിങ്ങനെ നിൽക്കണം. ആ നെക്കം അടങ്ങി താമസിക്കാൻ എന്നൊക്കെ പറയും. ഇതാണ് മൂന്നാമത്തെ. നാലാമത്, അദ്ദേഹം എഴുത്തിദാൽ ചെയ്യുന്ന അവസരത്തിൽ മറ്റൊന്നും ഉദ്ദേശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. എഴുത്തിദാൽ ചെയ്യുന്ന അവസരത്തിൽ മറ്റൊന്നും ഉദ്ദേശിക്കാൻ പറ്റില്ല. പിന്നെ ഖസീറായ റുക്കിനാണ് 4 ഖസീറായ റുക്കിൻ എന്ന് പറഞ്ഞാൽ ചെറിയ റുക്കിനാണ്. അപ്പൊ അതിനെ കൂടുതൽ സമയം എങ്ങനെയെന്ന് ഒന്ന് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല. അതിൽ പറഞ്ഞ നിക്കലുണ്ട്, അത് ശരിയല്ല. അതിലപ്പുറം വലുതാക്കാൻ പറ്റില്ല. സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അങ്ങനെ തന്നെ കൂടുതൽ സമയം എടുക്കാൻ പറ്റില്ല. ഈ 4 കാര്യങ്ങൾ നിർബന്ധമാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിന്റെ സുന്നത്തുകൾ പറയാം. എഴുത്തിദാൽ കിട്ടുന്ന സുന്നത്ത് പലതും നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. റുക്കൂയിലേക്ക് പോയതിന് ശേഷം നമ്മൾ റുക്കൂയിൽ നിന്ന് ഇങ്ങനെ വരിക, റുക്കൂയിലേക്ക് പോയി റുക്കൂയിൽ നിന്ന് തിരിച്ചു വരുന്ന അവസരത്തിൽ സമീഅ അല്ലാഹു ലിമൻ കൈ പോക്കണം. പലരുടെയും കയ്യ് പൊങ്ങാറില്ല. പൊങ്ങണം എല്ലാരും അങ്ങനെ ആണോ അല്ല നമ്മളെ ചിന്തിച്ചാൽ ഇങ്ങനെ. അപ്പൊ അത് തിരുത്താൻ സുന്നത്തല്ല. എന്തിനാണ് നിസ്കാരത്തിൽ ഡയറി നമുക്ക് കിട്ടുന്ന എത്ര റക്അത്താണ് നിസ്കരിക്കുന്നത്, ആ കയ്യിന്ന് പോക്കണം. തക്ബീറിനൊക്കെ എപ്പോഴും ചിലര് അങ്ങ് പോകുന്നത് എത്ര ആണെന്നുണ്ട്. അല്ല, ചുമലിന് നേരെ പോകണം, ഒരു സുന്നത്ത്. രണ്ടാമത്തേത്, അത് പൊങ്ങുന്ന അവസരത്തിൽ സമീഅ അല്ലാഹു ലിമൻ ഹമീദ എന്ന് ഇവിടെ എത്തുമ്പോൾ കഴിയണം. അതാണ് അഫ്ളലായത്. സമീഅ അല്ലാഹു ലിമൻ ഹമീദ ഇവിടെ എത്തുമ്പോൾ കഴിയും. പിന്നെ ഫ്രീ ആയിട്ട് താഴ്ത്തില്ല. ഇതാണ് സുന്നത്ത്. മൂന്നാമത്തെ സുന്നത്ത് കൈ താഴ്ത്തിയിടലാണ് സുന്നത്ത്. കൈ കൊണ്ടുവന്നിട്ട് താഴ്ത്തിയിടുക. ചില മദ്ഹബിലൊക്കെ കെട്ടുന്നതുണ്ട്, അത് നമ്മളെ മദ്ഹബിലില്ല. നമ്മളെ മദ്ഹബിൽ താഴ്ത്തിയിടുന്നതാണ് സുന്നത്ത്. നാലാമത്തെ സുന്നത്ത് ദിക്ർ ചൊല്ലുക എന്നതാണ്. ദിക്ർ ചൊല്ലുക. എന്താ ദിക്ർ? ചൊല്ലി റബ്ബന വലക്കൽ ഹംദ്, അല്ലെങ്കിൽ റബ്ബന ലക്കൽ ഹംദു മിൽഅ സ്സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. മറ്റൊക്കെ നിസ്കരിക്കുന്നവർക്ക് വീണ്ടും ചൊല്ലാനുള്ള ദിക്റുകളൊക്കെ പഠിക്കാം. ഒരു തവണ ചൊല്ലുക. അതുപോലെ തന്നെ
മറ്റൊരു സുന്നത്ത് നമ്മൾ പോരുന്ന സമയത്ത് എല്ലായിടത്തും ഇന്ത്യപ്പാലിന്റെ തക്ബീറാണ്. അല്ലാഹു അക്ബർ എന്നല്ലേ പറയാം. ഇവിടെ സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്നാണ് പറയേണ്ടത്. അതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ജമാഅത്ത് നഷ്ടപ്പെടുത്താറില്ല. ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടുത്താറില്ല. എല്ലാ ജമാഅത്തിനും മുന്നിൽ ഒന്നാമത്തെ സ്വത്ത്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. വല്ലാത്ത ടെൻഷൻ, എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടുവോ. അങ്ങനെ ഓടി വന്നു പള്ളിയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുകൂയിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പൊ ആ സന്തോഷത്തിൽ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരത്തിൽ വഹയുമായി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. സമിഅ അല്ലാഹു കേട്ടിരിക്കുന്നു, അല്ലാഹു കേട്ടിരിക്കുന്നു, ലിമൻ ഹമിദഹു അവനെ സ്തുതിച്ച ആ സ്തുതി അല്ലാഹു സ്വീകരിച്ചു, അല്ലാഹു കേട്ടു. അഥവാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു ആഗ്രഹം തന്നെ അല്ലാഹു നടപ്പിലാക്കപ്പെടുത്തി. അന്ന് മുതൽ പിന്നെ സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു, അതാണ് ഇതിന്റെ പിന്നിലുള്ള ചരിത്രം. അപ്പോ ജമാഅത്തിന് എത്രമാത്രമായി തിരിയുന്ന മറ്റൊന്ന് വായിക്കാൻ, ജമാഅത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കൊടുത്തൊരു പ്രാധാന്യം നൽകി. അതുപോലെ നമ്മൾ ജമാഅത്തിനൊക്കെ കൃത്യമായി പങ്കെടുക്കണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ പഠിച്ചത് തന്നെയാണ്. പഠിച്ചതാണെങ്കിലും കുറേ നമ്മൾ പ്രാവർത്തികമാക്കി വന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് നമുക്കത് തിരുത്താൻ കഴിയാത്തത്? ഒരുപാട് നമ്മൾ തെറ്റായത് ശീലിച്ചു, അല്ലേ? തെറ്റായി കുറേ ശീലിച്ചു. കൈ ഇങ്ങനെ ഉയർത്തുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇതേ ശീലിച്ചു. ഇനി ഇത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മളെ തീരുമാനിക്കണം. അപ്പൊ റമദാനിൽ ഇത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്, റമദാനിൽ ഒരു സുന്നത്തിന് ഫർദിന്റെ പോലെയല്ലേ. അപ്പൊ അതുകൂടി മനസ്സിലാക്കുണ്ടാവുമ്പോ എന്റെ സുന്നത്ത് എന്തിനാണ് അവൾ ശീലിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കൂടുതൽ പഠിക്കാൻ, എല്ലാ തെറ്റുകളും തിരുത്താൻ, കുറ്റമറ്റ രീതിയിൽ സമ്പൂർണമായ രൂപത്തിൽ ഇബാദത്തുകൾ ക്രമീകരിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് ഇതിന്റെ മിഥില് സവാബെത്തിക്കണേ. അല്ലാഹു വിശാലമാക്കി കൊടുക്കണേ. റഹ്മാനെ അല്ലാഹുവേ, അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ നൽകണേ. അല്ലാഹു പടച്ചോനെ, ഞങ്ങളെയും അവരെയും നാളെ സ്വർഗീയമായ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. റഹ്മാനെ സുബത്ത് ജമാഅത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈർ നൽകണേ. അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ. അല്ലാഹു എല്ലാ ടെൻഷനും നീക്കി കൊടുക്കണേ. അല്ലാഹു രോഗികളുടെ ആജിലായ ശിഫ നൽകണേ. അല്ലാഹു ഓപ്പറേഷന് വിധേയനാകും ഒരു സഹോദരൻ പ്രത്യേക ദ്വാരങ്ങളുടെ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സലാമത്ത് നൽകണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണം വരെ ആയുരാരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ, അല്ലാഹുവേ, ജമാഅത്തൊന്നും മുടക്കാതെ നിർവഹിക്കാനുള്ള വലിയ ഒരു സൗഭാഗ്യം ഇനി ഞങ്ങൾക്ക് നൽകണേ. റഹ്മാനെ, സുബഹ് ജമാഅത്തിന് ഇത്രയും കഷ്ടപ്പെട്ട് വന്ന ഞങ്ങളെ അല്ലാഹുവേ, മരണം വരെ ജമാഅത്ത് മുടക്കല്ലേ. അല്ലാഹു റഹ്മാനായ റബ്ബേ, ഇന്ന് ഞങ്ങളെ ഖദറിൽ വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ അല്ലാഹു എല്ലാം സ്വീകരിച്ച് തട്ടിക്കളയണേ. അല്ലാഹു പടച്ചോനെ, അല്ലാഹുവേ, ഇന്ന് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖ് നൽകണേ. അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.